തിയറം AC concurrent to BC modulo M and GCD of CM is equal to 1 ആണെങ്കിൽ A concurrent to B modulo M ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇവിടുത്തെ തിയറം എന്ന് പറയുന്നത് AC is concurrent to BC modulo M ആണ്. രണ്ടിടത്ത് C കിടപ്പുണ്ട്. രണ്ടിടത്ത് ഏത് ടേം ഉണ്ട്? C എന്നുള്ള ടേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സിയെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയുമ്പോൾ A concurrent to B modulo M എന്ന് കിട്ടും. എപ്പോഴാണ് സിയെ കട്ട് ചെയ്ത് കളയാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ സിയും എമ്മുമായിട്ടുള്ള GCD 1 ആവുക. GCD CM 1 ആണെങ്കിൽ അതായത് AC-ക്കകത്തും BC-ക്കകത്തും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ C എടുക്കുക. ആ സിയും ഈ കിടക്കുന്ന മോഡുലാണ് വരുന്ന എമ്മും ആ GCD 1 ആണെങ്കിൽ നമുക്ക് സിയെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി എന്ത് എഴുതാം? A concurrent B modulo M എന്ന് എഴുതാം. അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന കണ്ടീഷൻ എടുത്ത് എഴുതാം. AC concurrent BC modulo M. AC concurrent BC modulo M ആകുമ്പം M എന്തിനെ ഡിവൈഡ് ചെയ്യും? AC മൈനസ് BC ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് M ഡിവൈഡ്സ് C കോമൺ ആയിട്ട് എടുക്കുക. C ഇൻറ്റു A മൈനസ് B. ഇനി അടുത്തത് എമ്മും സിയും തമ്മിലുള്ള GCD 1 ആണ്. ഇതിൻ്റെ M ഡിവൈഡ്സ് A മൈനസ് ബി എന്ന് വെച്ചാൽ മീനിങ് എന്താ? അല്ല, M ഡിവൈഡ്സ് C ഇൻറ്റു A മൈനസ് ബി എന്ന് വെച്ചാൽ മീനിങ് എന്താ? M എന്ന് പറയുന്ന ആ ഫാക്ടർ C ഇൻറ്റു A മൈനസ് ബിക്കകത്തുണ്ട്. അല്ലേ, M എന്ന് പറയുന്ന ആ ഒരു ടേം എന്തുണ്ട്? C ഇൻറ്റു A മൈനസ് ബിക്കകത്ത് M എന്നുള്ളൊരു ഫാക്ടർ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ GCD ഓഫ് M ആൻഡ് C 1 ആണ്. GCD ഓഫ് M ആൻഡ് C 1 എന്ന് വെച്ചാൽ മീനിങ് എന്താ? എമ്മിനും സിക്കും കോമൺ ആയിട്ട് ഫാക്ടർ ഇല്ല. അപ്പോൾ എമ്മിനും സിക്കും കോമൺ ആയിട്ട് എന്തില്ല? ഫാക്ടർ ഇല്ല. അപ്പോൾ M ഡിവൈഡ്സ് നമുക്ക് C ഇൻറ്റു A മൈനസ് ബി ആകുമ്പം M എന്നുള്ളത് C ഇൻറ്റു A മൈനസ് ബിക്കകത്തുണ്ട്. പക്ഷേ എന്തില്ല? സിക്കകത്തില്ലാത്ത എന്തുകൊണ്ടാണ്? GCD ഓഫ് CM ഈസ് ഈക്വൽ ടു GCD ഓഫ് MC ഈസ് ഈക്വൽ ടു 1. GCD ഓഫ് MC 1 എന്ന് വെച്ചാൽ മീനിങ് എമ്മിൻ്റെ സിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 എന്ന് വെച്ചാൽ അതിന് കോമൺ ഫാക്ടർ ഇല്ല. അതായത് സിക്ക് എമ്മിന് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പം M ഡിവൈഡ്സ് C ഇൻറ്റു A മൈനസ് ബി എന്ന് വരും. പക്ഷേ M എന്തിനെ ഡിവൈഡ് ചെയ്യത്തില്ല? എന്നുവെച്ചാൽ C ഇൻറ്റു A മൈനസ് ബിക്കകത്ത് ദാറ്റ് ഈസ് C ഇൻറ്റു A മൈനസ് ബിക്കകത്ത് എന്തുണ്ട്? M കിടപ്പുണ്ട്. പക്ഷേ എന്തിനകത്ത് കിടപ്പില്ല? സിക്കകത്ത് കിടപ്പില്ല. സിക്കകത്ത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്തിനകത്ത് കാണും? A മൈനസ് ബിക്കകത്തേ കാണത്തുള്ളൂ. ദാറ്റ് ഈസ് M ഫുള്ളായിട്ട് അവിടെ കിടക്കും. A മൈനസ് ബിക്കകത്ത് കിടക്കും. ദാറ്റ് ഈസ് M ഡിവൈഡ്സ് A മൈനസ് ബി ആണ്. M ഡിവൈഡ്സ് A മൈനസ് ബി ആകുമ്പോൾ A ഈസ് കോൺഗ്രന്റ് ടു B മോഡുലോ M എന്ന് കിട്ടും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയേക്കുക. 78 ഈസ് കോൺഗ്രന്റ് ടു 48 മോഡുലോ 5. 78 നമുക്ക് 6 ഇൻറ്റു 30 എന്ന് എഴുതാം. 48 6 ഇൻറ്റു 8 എന്ന് എഴുതാം. അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ എന്താ വരിക? കോമൺ ഫാക്ടർ 6 വരിക. ഈ 6ഉം കോമൺ ഫാക്ടർ 6 വരും. 6ഉം 5 ആയിട്ടുള്ള GCD 6 ആൻഡ് 5 ഈസ് ഈക്വൽ 1 വരുന്നതുകൊണ്ട് 6 നമുക്ക് കട്ട് ചെയ്ത് കളയാം. 6നെ കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്ത് കിട്ടും? 13 ഈസ് കോൺഗ്രന്റ് ടു 8 മോഡുലോ 5 എന്ന് കിട്ടും. അടുത്ത AC കോൺഗ്രന്റ് BC മോഡുലോ M ആണ്. നേരത്തെ പറഞ്ഞ കോമൺ ഫാക്ടർ വരുന്നത് C. ഈ സിയും എമ്മും ആയിട്ടുള്ള GCD CM ഈസ് ഈക്വൽ ടു D ആണെങ്കിൽ ഇതുപോലെ തന്നെ സിയെ കട്ട് ചെയ്ത് കളയാം. പക്ഷേ ഇവിടെ മോഡുലോ വരുമ്പോൾ M/D വരുമെന്നേ ഉള്ളൂ. നേരത്തെ മോഡുലോ M തന്നെയായിരുന്നു വരിക. ഇവിടുത്തെ മോഡുലോ വരുമ്പോൾ M/D വരും. ദാറ്റ് ഈസ് AC കോൺഗ്രന്റ് ടു BC മോഡുലോ M ആൻഡ് GCD ഓഫ് CM ഈസ് ഈക്വൽ ടു D ആണെങ്കിൽ അവിടെ C കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി A ഈസ് കോൺഗ്രന്റ് ടു B മോഡുലോ M/D എന്ന് കിട്ടും. അത് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷൻ എടുത്ത് എഴുതാം. AC കോൺഗ്രന്റ് BC മോഡുലോ M. AC കോൺഗ്രന്റ് BC മോഡുലോ M ആകുമ്പോൾ M ഡിവൈഡ്സ് AC മൈനസ് BC. M ഡിവൈഡ്സ് AC മൈനസ് BC ആകുമ്പോൾ AC മൈനസ് BC ഈസ് ഈക്വൽ എമ്മിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. K ഇൻറ്റു M എന്ന് വരും. ദാറ്റ് ഈസ് A ഇൻറ്റു B മൈനസ് C ഈസ് ഈക്വൽ KM എന്ന് വരും. ഇനി അടുത്ത GCD ഓഫ് CM ഈസ് ഈക്വൽ ടു D അല്ലേ? GCD ഓഫ് CM ഈസ് ഈക്വൽ D എന്ന് വെച്ചാൽ C ഇൻറ്റു എമ്മിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞ D ആണ്. അപ്പോൾ D വെച്ചിട്ട് CN ഡിവൈഡ് ചെയ്യാം, എമ്മിനെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് അപ്പോൾ C വെച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷനകത്ത് രണ്ടിടത്തും D വെച്ച് ഡിവൈഡ് ചെയ്യാം. കാരണം ഇവിടുത്തെ CN ഡിവൈഡ് ചെയ്യും, എമ്മിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് വെച്ച് ഡിവൈഡ് ചെയ്ത് അപ്പോൾ D വെച്ചിട്ട് CN ഡിവൈഡ് ചെയ്ത് എമ്മിനെ ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈ ഒരു ഇക്വേഷൻ വരും. ഇതിനകത്ത് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? M/D ഡിവൈഡ്സ് A മൈനസ് B ഇൻറ്റു C/D എന്ന് പറയാം. M/D ഡിവൈഡ്സ് A മൈനസ് B ഇൻറ്റു C/D എന്നാവും. എൻ്റെ മീനിങ് എന്താ? M/D എന്ത് കിടക്കുക? എവിടെ കിടക്കുക? A മൈനസ് B ഇൻറ്റു C മൈനസ് ഡിക്കകത്ത് M/D കിടപ്പുണ്ട്. ദാറ്റ് ഈസ് A മൈനസ് B ഇൻറ്റു C/Dക്കകത്ത് M/D കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ GCD ഓഫ് CM ഈസ് ഈക്വൽ ടു D. അങ്ങനെയാണെങ്കിൽ GCD ഓഫ് C/D M/D ഈസ് ഈക്വൽ 1 ആയിരിക്കും. കാരണം സിൻ്റെ എമ്മിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടറാണ് D വരിക. ആ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ അങ്ങ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ പിന്നീട് അതിനകത്ത് എന്തില്ല?
കോമൺ ഫാക്ടർ ഒന്നുമില്ല. ഇതിനകത്ത് വരുന്ന ഏത് മാത്രമേ ഉള്ളൂ, 1 ഉള്ളൂ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ആയിട്ട് വരാം. ദാറ്റ് ഈസ് GCD CMA = D ആണെങ്കിൽ D എന്നുള്ളതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടറാണ്, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറാണ്. അപ്പോൾ ഏറ്റവും വലിയ ഡിവൈസർ ആ ഡിവൈസർ എടുത്ത് കളയുകയാണ്. C/D Cക്കകത്തുനിന്ന് എമ്മിനകത്ത് എടുത്ത് കളയുകയാണ്. അതായത് C/D M/D എടുക്കുകയാണെങ്കിൽ അതിൻ്റെ GCD 1 ആയിരിക്കും വരിക. അതായത് C/Dക്കകത്ത് M/Dക്കകത്ത് എന്തില്ല, കോമൺ ഫാക്ടർ ഇല്ല. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് M/D ഡിവൈഡ്സ് A-B ഇൻറ്റു C/D എന്ന് കിട്ടും. പക്ഷേ M/Dയും C/D എന്താണ്, റിലേറ്റീവ്ലി പ്രൈമാണ്. അതിനകത്ത് എന്തില്ല, കോമൺ ഫാക്ടർ ഇല്ല. അങ്ങനെയാകുമ്പോൾ M/D പിന്നെ എവിടെ മാത്രമേ കിടക്കത്തുള്ളൂ, A-Bക്കകത്ത് മാത്രമായിട്ട് കാണും. ദാറ്റ് ഈസ് M/D ഡിവൈഡ്സ് A-B വരും. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നതെന്ന് പറയുന്നത് M/D ഡിവൈഡ്സ് 2 പ്രോഡക്റ്റ് വരും. അതിനകത്ത് C/Dക്കകത്ത് ഇല്ല. C/Dക്കകത്ത് ഇല്ലെങ്കിൽ പിന്നെ എവിടെ ആയിരിക്കും, A-Bക്കകത്ത് മാത്രമായിട്ട് കാണും. ദാറ്റ് ഈസ് M/D ഡിവൈഡ്സ് A-B വരും, വിച്ച് ഇംപ്ലൈസ് A is congruent to B മോഡുലോ M/D എന്ന് കിട്ടും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. എഴുതിയിരിക്കുന്നത് 8 × 37 ഇറ്റ്സ് കോൺക്രുവൻറ്റ് 8 × 7 മോഡുലോ 2. അത് കോമൺ ആയിട്ട് വരുന്നത് എന്താ പറയുക, 8 വരിക. 8ഉം 12ഉം ആയിട്ട് വരുന്ന GCD എന്ത് വരും, 8നും 12നും GCD 4 വരും. അങ്ങനെ ആകുമ്പോൾ 8നെ കട്ട് ചെയ്ത് കളയുമ്പോൾ ബാക്കി എന്താവും, 37 ഈസ് കോൺക്രുവൻറ്റ് 7 മോഡുലോ. ഇവിടെ 12 മാറി 12/GCD വരും. ദാറ്റ് ഈസ് 12/GCD 4, 12/4. ദാറ്റ് ഈസ് 37 ഈസ് കോൺക്രുവൻറ്റ് 7 മോഡുലോ 3 വരും. നെക്സ്റ്റ് A കോൺക്രുവൻറ്റ് B മോഡുലോ M1, A കോൺക്രുവൻറ്റ് B മോഡുലോ M2, അങ്ങനെ എക്സെട്ര കുറേ കിടക്കുന്നു. A കോൺക്രുവൻറ്റ് B മോഡുലോ MK വരെ കിടക്കുകയാണെങ്കിൽ ദെൻ A കോൺക്രുവൻറ്റ് B മോഡുലോ LCM ഓഫ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് M1 M2 എക്സെട്ര MK ആയിരിക്കും എന്ന് പറയുന്നത്. ആദ്യം A കോൺക്രുവൻറ്റ് B മോഡുലോ M1 ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, M1 ഡിവൈഡ്സ് A-B എന്ന് എഴുതാം. അടുത്ത A കോൺക്രുവൻറ്റ് B മോഡുലോ M2 ആകുമ്പോൾ എന്ത് എഴുതാം, M2 ഡിവൈഡ്സ് A-B എഴുതാം. അങ്ങനെ എക്സെട്ര അപ് ടു MK ഡിവൈഡ്സ് A-B. അപ്പോൾ A-Bക്കകത്ത് M1 ഉണ്ട്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ A-Bക്കകത്ത് M1 ഉണ്ട്, A-Bക്കകത്ത് M2 ഉണ്ട്, എക്സെട്ര അപ് ടു A-Bക്കകത്ത് MK ഉണ്ട്. അങ്ങനെയാകുമ്പോൾ M1 M2 എക്സെട്ര MK, A-Bക്കകത്ത് M1 M2 എക്സെട്ര MKയുടെ എന്ത് കാണും, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും കാണും. ദാറ്റ് ഈസ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് M1 M2 എക്സെട്ര MK ഡിവൈഡ്സ് A-B ആയിരിക്കും. ദാറ്റ് ഈസ് A is congruent to B മോഡുലോ LCM ഓഫ് M1 M2 എക്സെട്ര MK വരും. അടുത്തൊരു കൊറോളറി ഇതുപോലെ തന്നെ A കോൺക്രുവൻറ്റ് B മോഡുലോ M1, A കോൺക്രുവൻറ്റ് B മോഡുലോ M2, A കോൺക്രുവൻറ്റ് B മോഡുലോ എക്സെട്ര അപ് ടു A കോൺക്രുവൻറ്റ് B മോഡുലോ MK, വേർ ഈ M1 M2 എക്സെട്ര MK എല്ലാം റിലേറ്റീവ്ലി പ്രൈമാണ്. M1 M2 എക്സെട്ര MK എല്ലാം റിലേറ്റീവ്ലി പ്രൈം എന്ന് വെച്ചാൽ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം. ഏത് 2 പെയർ എടുത്താലും റിലേറ്റീവ്ലി പ്രൈമാണ്. റിലേറ്റീവ്ലി പ്രൈം എന്ന് വെച്ചാൽ കോമൺ ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ A is congruent to B മോഡുലോ M1 × M2 എക്സെട്ര MK ആയിരിക്കും. അത്രയേ ഉള്ളൂ. M1 M2 എക്സെട്ര MK റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അതിൻ്റെ LCM എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാവരുടെ പ്രോഡക്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ 2ൻ്റെയും 3ൻ്റെയും LCM എന്താ വരിക, 2ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 2ൻ്റെയും 3ൻ്റെയും LCM എന്തായിരിക്കും വരിക, അതിൻ്റെ രണ്ടുപേരുടെ പ്രോഡക്റ്റ് ആയിരിക്കും വരിക, 6 ആയിരിക്കും വരിക. ദെൻ 2 വെച്ചിട്ട് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്താ വരിക, 6 വരിക. ദാറ്റ് ഈസ് ഇതിൻ്റെ എല്ലാം കൂടെ എന്ത് വരും, LCM = പ്രോഡക്റ്റ് വരും. അപ്പോൾ നേരത്തെ റിസൾട്ടിനകത്ത് ആ LCMന് വരും, നേരത്തെ റിസൾട്ടിനകത്ത് LCMന് വരും എന്ത് കൊടുത്താൽ മതി, പ്രോഡക്റ്റ് കൊടുത്താൽ മതി, M1 M2 എക്സെട്ര MK കൊടുത്താൽ മതി. നെക്സ്റ്റ് ലീനിയർ കോൺക്രുവൻസ്. ലീനിയർ കോൺക്രുവൻസ് എന്ന് വെച്ചാൽ ഈ ഇതിന് പറയുന്ന പേരാണ് ലീനിയർ കോൺക്രുവൻസ്. X is congruent to B മോഡുലോ. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ X0 എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ A × X0 is congruent to B മോഡുലോ M ആവും. അപ്പോൾ ഇതാണ് ലീനിയർ കോൺക്രുവൻസ്. X0 അതിൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ X0 അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് X0 അതിൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ X0 is congruent to എന്താവും, B മോഡുലോ M ആവും. ഇനി അടുത്തത്, അപ്പോൾ X0 ഓൾറെഡി ഒരു സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ X0 ഒരു സൊല്യൂഷൻ ആണ്. ഇനി അടുത്ത X0 കോൺക്രുവൻ്റ് ആയിട്ട് വരുന്ന X1 എടുക്കുന്നത്. X0 കോൺക്രുവൻ്റ് ആയിട്ട് വരുന്നത് എടുക്കുക, ഒരു X1 എടുക്കുക. അങ്ങനെ X1 is congruent to X0 മോഡുലോ M എന്ന് വരും. അതിലൂടെ A മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ X1 is congruent to X0 മോഡുലോ M ആവും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ X1 congruent to X0 ആണ്, X1 congruent to X0 ആണ്, X0 congruent to B ആണ്.
ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് x1 ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എം ആവും. അപ്പോൾ x1 ഈസ് കോൺഗ്രുവൻറ്റ് എന്ത് കിട്ടും? ബി മോഡുലോ എം കിട്ടും. അപ്പോൾ x1 അതിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് x0 അതിൻ്റെ സൊല്യൂഷനാണ്. x0 അതിൻ്റെ സൊല്യൂഷനാണ്. x0 അതിൻ്റെ സൊല്യൂഷനാണ്. x0 ആയിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന വേറൊരു നമ്പർ x1 എടുക്കുകയാണെങ്കിൽ x1 അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. x1 ഈസ് കോൺഗ്രുവൻറ്റ് എന്തായിരിക്കും വരിക? ബി മോഡുലോ എം ആയിരിക്കും വരിക. അപ്പോൾ അത് ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന ഏതെടുത്താലും എന്തായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും വരിക. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. x1 ഈസ് ആൾസോ എ സൊല്യൂഷൻ ഓഫ് കോൺഗ്രുവൻസ്. എനി member of this congruence class of x0 modulo m is also a solution of the linear congruence. ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന എല്ലാം അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും വരിക. എക്സാമ്പിൾ, ഇപ്പോൾ 3x ഈസ് കോൺഗ്രുവൻ്റ് ടു 4 മോഡുലോ 5. 3x ഈസ് കോൺഗ്രുവൻ്റ് ടു 4 മോഡുലോ 5 ആകുമ്പോൾ ഇതിനകത്ത് എക്സിന് വരെ 3 കൊടുക്കുമ്പോൾ എന്താവും? ഇതിനകത്ത് എക്സിന് വരെ 3 കൊടുക്കുകയാണെങ്കിൽ 3 × 3 വരും. 9 ഈസ് കോൺഗ്രുവൻ്റ് ടു 4 മോഡുലോ 5. ഇത് ശരിയാണല്ലേ? കാരണം 4 ഇപ്പുറം വരുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? 4 ഇപ്പുറം വരുമ്പോൾ 9 - 4 × 5 വരും. അപ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യാമല്ലേ? ദാറ്റ് ഈസ് 3 എന്ന് പറയുന്നത് അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും വരിക. x = 3 അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും വരിക. ബാക്കിയുള്ള സൊല്യൂഷൻസ് ഒക്കെ എങ്ങനെ വരിക? 3 ആയിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന എല്ലാ സൊല്യൂഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് x കോൺഗ്രുവൻ്റ് ടു 3 മോഡുലോ 5 ആണെങ്കിൽ ആ x എല്ലാം അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും വരിക. അപ്പോൾ x കോൺഗ്രുവൻ്റ് ടു 3 മോഡുലോ 5 ആകുമ്പോൾ 5 ഡിവൈഡ്സ് x - 3 വരും. ദാറ്റ് ഈസ് x - 3 = 5 × t എന്ന് വരും. ദാറ്റ് ഈസ് x = 3 + 5t എന്ന് വരും. എന്നുവെച്ചാൽ മീനിങ് 5ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് വരുന്ന എല്ലാത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. 5ൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് വരുന്നത്. 5ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ വരും? 5ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ എന്താവും? 8 ആവും. പിന്നെ അടുത്ത അതിനൂടെ പിന്നെ 5 ആഡ് ചെയ്ത് പോവാം. 8ൻ്റെ 5 ആഡ് ചെയ്യുമ്പോൾ എന്താവും? 13 ആവും. പിന്നെ അതിൻ്റെ അതുപോലെ മൈനസ് ചെയ്യുമ്പോൾ 8-ന് 5 മൈനസ് ചെയ്യുമ്പോൾ എന്താവും? 3 ആവും. 3-ക്ക് പിന്നെ 5 മൈനസ് ചെയ്യുമ്പോൾ എന്താവും? -2 ആവും. -2-ന് പിന്നെ 5 മൈനസ് ചെയ്യുമ്പോൾ -7 ആവും. ഇതെല്ലാം അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും വരിക. അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന എല്ലാ സൊല്യൂഷൻ ആയിരിക്കും. എക്സാമ്പിളിന് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഇതിന് ഏതാ 3 എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ആയിരുന്നു. അപ്പോൾ 3 ആയിട്ട് കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന എല്ലാം അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x കോൺഗ്രുവൻ്റ് ടു 3 മോഡുലോ 5 സൊല്യൂഷൻ ആയിരിക്കും വരിക.